അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മലയാള സംവിധായകൻ ഹരിഹരൻ, അതായത് എം ടിയുമായി ഏറെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഹരിഹരൻ എം ടിയെ കാണാൻ എം ടിയുടെ വസതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ദൃശ്യങ്ങളിൽ കാണാം എം ടിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു സംവിധായകനാണ് ഹരിഹരൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ രാവിലെ, അതായത് ഇപ്പോൾ ഈ പുതുവർഷം പുരോഗമിക്കുന്ന ഇതിനിടയിൽ രാവിലെ അദ്ദേഹത്തെ കാണാൻ ശ്രീകുമാരൻ മേനോൻ വന്നിട്ടുണ്ട്. അതായത് രണ്ടാം സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ പിന്നെ പിന്നീടത് ഒരു കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കിയ ഒരു വിഷയം കൂടിയായിരുന്നു. രണ്ടാംപൂഴം തിരക്കഥയുമായി ബന്ധപ്പെട്ട് എം ടിയും അതേപോലെ തന്നെ ശ്രീകുമാരൻ മേനോൻ തമ്മിലൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു വിവാദങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ എം ടി തന്നെ ഒരു മകനെ പോലെയാണ് പരിഗണിച്ചതെന്നാണ് ശ്രീകുമാരൻ മേനോൻ മാധ്യമങ്ങളോട് അതായത് പ്രതികരിച്ചിട്ടുള്ളത്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടാമൂഴം സിനിമയാകാത്തതിൽ പിന്നെ തനിക്ക് വിഷമവും കുറ്റബോധവും ഉണ്ട്. അതേപോലെ തന്നെ രണ്ടാമൂഴം ഇനി സിനിമയാക്കാൻ തനിക്ക് ഇനി കഴിയില്ല എന്ന രീതിയിലാണ് അദ്ദേഹം മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അതായത് എം ടിയുമായിട്ടുള്ള ഒരു ധാരണയ്ക്ക് പുറത്താണ് പിന്നെ കോടതിയിലെ കേസുകളും മറ്റു കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചതെന്നും അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ട സമയത്ത് വ്യക്തമാക്കിയിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മലയാള സംവിധായകൻ ഹരിഹരനാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തി കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ മോഹൻലാൽ വന്ന സമയത്തും അതായത് എം ടിയുടെ തിരക്കഥയിൽ 2 സിനിമകളിലാണ് മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ളത്. ഏറ്റവും അവസാനം അഭിനയിച്ചിട്ടുള്ള സിനിമ എന്ന് പറയുന്നത് ഓളവും തീരും എന്ന സിനിമയായിരുന്നു എം ടിയുടെ തിരക്കഥയിൽ മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ളത്. അതിനടക്കം മോഹൻലാൽ പറയുന്നത് പിന്നെ തനിക്ക് എം ടിയുമായിട്ട് നല്ല വ്യക്തിബന്ധമുണ്ടായിരുന്നു. തന്റെ നാടകങ്ങൾ കാണാൻ, താൻ പണ്ട് കാലങ്ങളിൽ നാടകങ്ങളിൽ അഭിനയിച്ച സമയത്ത് തന്റെ നാടകങ്ങൾ കാണാൻ എം ടി സ്ഥിരമായി വരാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു വൈകാരികമായിട്ടുള്ള അടുപ്പം എം ടിയുമായിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മാധ്യമങ്ങളോട് മോഹൻലാൽ പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ മമ്മൂട്ടി വരുമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. അതായത് മറ്റ് ചലച്ചിത്ര മേഖലയിലെ നിരവധിയായിട്ടുള്ള ആൾക്കാർ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നാടക അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധിയായിട്ടുള്ള ആൾക്കാർക്ക് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ എനിക്ക് അവസാനമായി ഒരു നോക്കുകൊണ്ട് കാണാൻ വന്നിരുന്നു. കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഇവിടെ ചെറിയ രീതിയിലുള്ള തിരക്കുകളൊക്കെ ഇവിടെ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പോലീസിന്റെ നേതൃത്വത്തിൽ ക്രമീകരണങ്ങളും അതായത് ഈ തടസ്സങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ പോലീസിന്റെ നേതൃത്വത്തിൽ നല്ല രീതിയിലുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൊതുജനത്തിന്, അതായത് പൊതുജനത്തിനും എം ടി നോക്കാണാൻ കഴിയുന്ന രീതിയിൽ തരത്തിലുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 4:30 കൂടിയിട്ട് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇവിടെ നിന്ന് മാവൂർ റോഡിലെ പൊതു ശ്മശാനത്തിലേക്ക്, കോർപ്പറേഷന് കീഴിലുള്ള പൊതു ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആതിര.